അസ്സലാമലൈക്കും. നമസ്കാരം. ഞാനിപ്പോ ഒന്ന് സൗദിയിലെ പ്രവാസിയോട് മറ്റൊരു കാര്യം ട്ടോ. കുറെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങളുടെ സിമ്മിലേക്ക് ഞങ്ങളുടെ സിം സെയിനുണ്ട്, എസ്‌ടിസിണ്ട്, മൊബൈലുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നു കാശടക്കാനുള്ളതായിട്ട്. അത് ചില ആളുകൾക്ക് വരുന്നത് വൈഫൈൻ്റെ കണക്ഷന് കാശടക്കാനായിട്ട്, ചില ആളുകൾക്ക് വരുന്നത് മൊബൈൽ ഇൻസ്റ്റാൾമെന്റ് വാങ്ങിയിട്ട് അതിന്റെ കാശടക്കാനുള്ളതായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഞങ്ങളത് ഇങ്ങനത്തെ ഒരു സംഗതി എടുത്തിട്ട് പോലുമില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇക്കാമ നമ്പറുമ്മൽ വന്നത് എടുത്ത കാശടക്കാനുള്ളതായിട്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ഇക്കാമ നമ്പറുമ്മൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സിമ്മിലേക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ അറിയോ? ആ സിമ്മ് നാട്ടിലെ ആരെങ്കിലും റീ എൻട്രിക്ക് എക്സിറ്റ് പോയ ആളായിരിക്കും. ചിലപ്പോൾ അദ്ദേഹം അത് യൂസ് ചെയ്യാതിരുന്ന് അത് കട്ടായി പോയിണ്ടാവും. അങ്ങനെ നിങ്ങൾ സിം എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സിമ്മായിരിക്കും തരിക. അങ്ങനെ എനിക്ക് പോലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സിമ്മ് അവർ കൊടുക്കാനുള്ള കാശ് അതുകൊണ്ട് ആ സിമ്മിലേക്ക് ഇങ്ങനെ മെസ്സേജ് വിടും. ചിലപ്പോൾ അവർ കോൾ ചെയ്യും കാശ് അടക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ പറയണതാ എന്റെ സിമ്മില് ഈ സിമ്മ് എന്റെ പേരിലാണ്. പക്ഷെ എന്റെ ഇക്കാ നമ്പറും ഞാനൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല. എനിക്ക് അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യക്തമാക്കി പറയാം. വേറെ തടസ്സങ്ങളൊന്നുമില്ല. നിങ്ങളെ സിമ്മിലേക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾ വായിക്കാതെ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. നിങ്ങൾ ഇക്കാ നമ്പറുമ്മൽ എടുത്ത കാര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ മൈൻഡ് ചെയ്താൽ മതി. ഓക്കെ. എന്ത് സംശയം എടുക്കാം? സലാം.